എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ എടുത്തേ പറ്റൂ ജെഡി. എന്തെങ്കിലും തീരുമാനം പോരല്ലോ, ഇറ്റ് ഷുഡ് ബി ദ റൈറ്റ് വൺ. അതാണ് പ്രശ്നം. എന്തെങ്കിലും തടസ്സമുണ്ടോ? ഏയ്, അതൊന്നുമല്ല. ആലോചിക്കാൻ നിനക്ക് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, എനിക്കങ്ങനല്ലല്ലോ. തെളിച്ചു പറയൂ ജെഡി. നിനക്ക് എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. എനിക്കോ എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഈ സൊസൈറ്റിയെക്കുറിച്ചും ഫ്യൂച്ചറിനെക്കുറിച്ചും ഒക്കെ ആലോചിക്കേണ്ടതുണ്ട്. എത്ര വേണമെങ്കിലും ആലോചിച്ചോളൂ. നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നാണ് എൻ്റെ തീരുമാനം. ജെഡിയെക്കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനെടുത്ത തീരുമാനമായത്. കാരണം ഞാൻ ജെഡിയെ തീവ്രമായി സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിന് എൻ്റെ മനസ്സിനോളം പഴക്കമുണ്ടെന്ന് അതിലാണ്. അതുകൊണ്ട് തീവ്രത കുറയും. അത് ഞാൻ സഹിച്ചു. മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ ഇനി ഒരിക്കലും എനിക്കാവില്ല. എന്നെ പിരിഞ്ഞ് ജീവിക്കാൻ ജെഡിക്ക് കഴിയുമെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കേണ്ട കാര്യമേ ഇല്ല. നാളെ തന്നെ പിരിഞ്ഞു പോകാം, എന്നേക്കുമായി. എങ്ങനെ? നമുക്ക് പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം ജെഡിക്കുണ്ടെങ്കിൽ നമുക്ക് പൗലോസ് അച്ഛൻ പറഞ്ഞതനുസരിക്കാം. അവരെത്തി. അകത്തേക്ക് വരാം സർ. പൗലോസച്ചൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാ. അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് വേറൊന്നും നോക്കാനില്ല. എങ്കിലും കാര്യങ്ങളൊന്നുകൂടി വ്യക്തമായി പറയാം. സ്പെഷ്യൽ മാരേജ് ആക്ട് സെക്ഷൻ 5 പ്രകാരമാണ് നിങ്ങളുടെ വിവാഹം. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കരാർ പ്രകാരം 3 മാസം വരെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇന്നു മുതൽ 1 മാസത്തിന് ശേഷം 2 മാസത്തിനുള്ളിൽ, അതായത് ഇന്നു മുതൽ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇവിടെ വന്ന് വീണ്ടും സ്ഥിരമായ വിവാഹ ഉടമ്പടി രജിസ്റ്റർ ചെയ്യണം. എങ്കിലേ വിവാഹത്തിന് ശരിയായ നിയമസാധുത കിട്ടൂ. പിന്നെ ഇന്നു മുതൽ 1 മാസം നിങ്ങളുടെ പേരും വിവരങ്ങളും ഇവിടുത്തെ നോട്ടീസ് ബോർഡിൽ കിടക്കും. വിവാഹത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പരാതിപ്പെടാനുള്ള കാലാവധിയാണത്. കാര്യങ്ങൾ രണ്ടുപേർക്കും വ്യക്തമായല്ലോ. ഒപ്പിട്ടോളൂ. സാക്ഷികൾ ഇവിടെ. അടുത്തയാൾ. ശരി. ഇതങ്ങോട്ട് പരസ്പരം കഴുത്തിലിട്ടാട്ടെ. ഇതൊക്കെ വേണോ? അയ്യോ, വേണം വേണം. പൗലോസ് അച്ഛൻ പ്രത്യേകം പറഞ്ഞയച്ചതാ.
എന്തായാലും കാര്യങ്ങള് വിചാരിച്ചതിലും ഭംഗിയായി നടന്നു. അതെ അതെ. ആ ഇതാ നോട്ടീസ് ബോർഡിൽ ഇട്ടേക്ക്. ശരി സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ വടവന്നൂർ തഹസിൽദാർ ഹമീദാണ്. ഇരിക്കൂ. നാരായണ സാർ വിളിച്ചിരുന്നു. ദാ ഈ ഭൂമിയുടെ വിവരങ്ങളാണ് അറിയേണ്ടത്. ഓഹോ. ജോർജേ, ദാ ഇതൊന്ന് വേഗം തപ്പിയെടുത്തേ. സർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഇപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്ത് പോയ ആ പാർട്ടി ഏതാ? ആ അത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞയച്ചു വന്നതാ. വരൻ്റെ പേര് ജയദേവൻ, വധു നാദിറ. വ്യത്യസ്ത മതക്കാരാ. അതുകൊണ്ടല്ലേ നമ്മുടെ അടുത്ത് വന്നത്. അതല്ല സർ, എനിക്കയാളെ അറിയാം. ജയദേവൻ, അത് തന്നെ പേര്. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാൾക്ക് വേറൊരു ഭാര്യയും ഒരു കുട്ടിയുണ്ട് സർ. ഒരു ഫ്രോഡ് പാർട്ടിയെ പൗലോസച്ച എൻ്റെ അടുത്തേക്ക് വിടുവോ? പക്ഷേ അയാൾ അവരെ ഉപേക്ഷിച്ച് പോയിട്ട് വളരെ കാലമായി സർ. അയാളുടെ പ്രായക്കൂടുതൽ കണ്ടപ്പോൾ എനിക്കൊരു പന്തികേട് തോന്നിയതാ. ഇനിയിപ്പോൾ വല്ല പ്രേമോ മറ്റോ ആണെങ്കിൽ നമ്മൾ പിടിച്ചാൽ കിട്ടുമോ? പ്രേമത്തിന് പ്രായം വല്ലോ നോട്ടമുണ്ടോ? അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ല. ആ എന്തായാലും പരാതി കൊടുക്കാൻ 1 മാസത്തെ സമയമുണ്ട്. നോട്ടീസ് ബോർഡിൽ പാർട്ടിയുടെ മേൽവിലാസവും സകല വിവരങ്ങളും ഇട്ടിട്ടുണ്ട്. പരാതിക്കാർക്ക് പരാതിപ്പെടാം. അമ്മേ, ഹമീദങ്ങള് വന്നു. പുസ്തകം കിട്ടിയോ അങ്ങളെ? അയ്യോ ഇല്ലല്ലോ മോളെ, ബുക്ക് സ്റ്റാൾ തീർന്നുപോയി. അടുത്ത ആഴ്ച വരും, അപ്പൊ കിട്ടും. അങ്കിള് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ ഹമീദക്ക ഈ സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് വരാണോ? അല്ല, ഇങ്ങോട്ട് തന്നെ വന്നതാ. ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട, ഒന്നും വേണ്ട. എന്താ? എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ജയന്തി, മോൾ അകത്ത് പോയിരുന്ന് പഠിക്ക്. എന്താ അമ്മേ? ഒന്നുമില്ല മോളെ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോള് ചെല്ല്, അമ്മ പിന്നെ വിളിക്കാം. ആ അങ്കിളെ, പോകുമ്പോ എന്നെ വിളിക്കണേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ. എന്താ? ഗീതേ, ഞാനിന്ന് ഒരാളെ കണ്ടു. നിന്റെ ഭർത്താവിനെ, ജയദേവന്. എവിടെ എവിടെ വെച്ച്? ഇവിടെയൊന്നുമല്ല, അങ്ങ് കൊച്ചി വെച്ച്. ഭഗവാനെ, 15 കൊല്ലം
ഒടുവിൽ ഒടുവിൽ നീ എന്റെ പ്രാർത്ഥന കേട്ടു. അമീർക്ക, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ മോളുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അയാള് മരിച്ചു പോവുകയായിരുന്നെങ്കിൽ ഇതേ നല്ലത്. എന്താ അമിത് കൈ പറയുന്നത്? അതെ ഗീതേ, മട്ടാഞ്ചേരി സബ് രജിസ്റ്റർ ഓഫീസിൽ ജയന്തിയെ പോലൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാമെന്ന് ജയദേവനെയാ ഞാൻ കണ്ടത്. അയ്യോ അമ്മ.